ഞങ്ങൾ വെള്ളക്കക്ക വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കറി വെക്കണ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പം നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കാം. അമ്മച്ചിയാണ് കഴുകണത്. എന്നിട്ടിത് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ വേവിച്ച് കഴിഞ്ഞപ്പോൾ ഇതാണ് കക്കേൻ്റെ അവസ്ഥ. പൊളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ മീറ്റ് എടുക്കാം. കുഞ്ഞൂസൊക്കെയാണ് എടുക്കണത്. ഞങ്ങളെല്ലാവരും എടുത്ത് കക്കേൻ്റെ ഷെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ഇത്ര മീറ്റ് കിട്ടി. കുറച്ചധികം ഉണ്ടായിട്ടാ. നല്ലോണം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കക്ക. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അമ്മച്ചിയാണ് കക്ക ഫ്രൈ ശരിയാക്കണത്. അപ്പോൾ ഇതേ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി ഇതിലേക്ക് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതൊക്കെ മൊരിയിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കാം. വന്ന ഉള്ളിയിലോട്ട് അപ്പോൾ കക്കയിട, വേവിച്ച് വെച്ച കക്കയിട. എന്നിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഇതാണ് എൻ്റെ സുമാമ ഉണ്ടാക്കിയ കക്ക ഫ്രൈ. നല്ല കിടിലുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.